NEP-യുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് അന്നും ഇന്നും എതിർപ്പാണ് എന്നാണ് അങ്ങ് പറയുന്നത്. NEP-ക്ക് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചത് കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ആ കുഴപ്പം എന്താണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, എന്റെ നിലപാട് മാറ്റി എന്ന് വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് എതിർക്കുമോ? ഞാൻ പറഞ്ഞ ശിവൻകുട്ടി പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രിയാണ്. CPM-ന്റെ നിലപാട് എന്താണ്? പറയേണ്ടുന്ന CPM നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതിനപ്പുറത്ത് NEP-യിൽ CPM-ന് വേറൊരു അഭിപ്രായമുണ്ടോ? അല്ലല്ല, അങ്ങനെയല്ല. CPM നേതൃത്വം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, SF നേതൃത്വം പറഞ്ഞിട്ടുണ്ട്, DYF നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. NEP-യുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പല അജണ്ടകളും ഒളിച്ചു കടത്താനുള്ള നീക്കമുണ്ട്. അതിനെതിരായ എല്ലാ ഘട്ടത്തിലും ഓരോ നിലപാട് പറയുന്നതിന് നിലപാടില്ലായ്മ എന്നാണ് പറയുക. കഴിഞ്ഞ സർക്കാരിലെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കഴിഞ്ഞ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് കേൾക്കാം, കേട്ടിട്ട് വരാം, എന്നിട്ട് വിശദീകരിച്ചാൽ മതി സർ. കേൾക്കാം. ഞാനത് പറഞ്ഞല്ലോ, നിങ്ങളതിൽ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടി വരുമെന്ന്. സർക്കാരിന് അതെല്ലാം ഒരു നയമാറ്റമാണ്. അല്ലല്ല, അങ്ങനെയല്ലോ. അല്ല, ഒരു നയത്തിൽ മാത്രം നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? സർക്കാർ സമ്മതിച്ചല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് പിന്നെ നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട 1500 കോടിയും അതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. ഒരു NEP-യുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. ഈ NEP-യിൽ എന്താണ് കുഴപ്പം? ഒന്നു പറഞ്ഞേ. NEP-യിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. ഓക്കെ, 2-3 കാര്യമാണ്. ഒന്ന്, ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. NEP-യിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം NEP-യുടെ ഡ്രാഫ്റ്റ് എടുത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ കൊടുക്കണം. അങ്ങ് നേരത്തെ പറഞ്ഞ അതേ NEP-ആണ് കേട്ടോ. കൃത്യമായ അഭിപ്രായമുണ്ട് ഇടതുപക്ഷത്തിനെന്ന് പറഞ്ഞാൽ അതേ NEP-ക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവും നിങ്ങളുടെ പാർട്ടി വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിച്ച പോയ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ എന്ന് കുട്ടികൾ വിളിച്ച മന്ത്രി ആണ്. അപ്പൊ NEP-ക്ക് പ്രശ്നമില്ല. നയം പറഞ്ഞിട്ട് 1500 കോടി രൂപ വേണ്ടെന്ന് വെക്കണമെന്നാണോ നേരത്തെ അങ്ങ് പറഞ്ഞ നയം? അതേ നയം ഒരു NEP-ക്ക് വേണ്ടി ഇത് നഷ്ടമാക്കണമോ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത്. നിങ്ങൾ ഏത് നയത്തെക്കുറിച്ചാണ് പറയുന്നത് ശ്രീ വി കെ സനോജ്? അല്ല, നയം പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ, നയം പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ, ആ നയത്തിന്റെ ഭാഗമായിട്ട് വലിയ വിമർശനം ഉന്നയിച്ച ആളുകൾ അതേ നയം നടപ്പാക്കാൻ വേണ്ടി നോക്കുമ്പോഴാണല്ലോ ഇപ്പൊ ഈ ചർച്ച വന്നത്. അപ്പൊ അവർ പറയട്ടെ, അവർ നേരത്തെ നയത്തിന്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്ന് അവർ പറയട്ടെ. കോൺഗ്രസ് അഭിപ്രായമുണ്ടോ? ഇതേ നയം തന്നെയാണല്ലോ രാജസ്ഥാനിൽ നടപ്പാക്കിയത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, CPM-ന് NEP അനുകൂലിക്കുന്ന നിലപാടില്ല. അപ്പൊ വി ശിവൻകുട്ടി ആരാണ്? ഇടതുപക്ഷത്തിന് NEP അനുകൂലിക്കുന്ന നിലപാടില്ല. ഇടതുപക്ഷത്തിന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷത്തിന് NEP അനുകൂലിക്കുന്ന നിലപാടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ശിവൻകുട്ടി പറഞ്ഞ എന്താണ്? ശിവൻകുട്ടി PMC-യുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് പറഞ്ഞ ഉത്തരമാണ്. നിങ്ങൾ അതിനെ മാത്രം അങ്ങനെ കാണരുത്. അതിനെ മാത്രം അങ്ങനെ കാണരുത്. അതിനെ മാത്രം അടർത്തിയെടുത്ത് ഇടതുപക്ഷ നിലപാടാണെന്ന് പറയരുത്. ഞാൻ പറയട്ടെ, ശിവൻകുട്ടി ഞാൻ പറയട്ടെ, ശിവൻകുട്ടി അവിടെ ഉദ്ദേശിച്ചത് എന്താണ്? NEP-യുടെ കാര്യങ്ങൾ നടപ്പാക്കാതെ തന്നെ ഈ കാര്യങ്ങൾ ഈ PM-ശ്രീ ഒപ്പിട്ട് ഈ നമ്മുടെ സർവശിക്ഷാ അഭിയാന്റെ കാശ് വാങ്ങിയെടുക്കാം എന്നാണ് കരുതിയത്. ഇടതുപക്ഷത്തിന് അങ്ങനെ നയമില്ല. അങ്ങനെ നയമില്ല. നയമില്ല. അത് ഞങ്ങൾ എവിടെയും പറയും. നയമില്ല എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ധാർമ്മിക നയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്താണ് സാർ ഈ പ്രശ്നം. ഓക്കെ, ഷിബുമിരാൻ പണ്ട് പിടിച്ചു വെച്ചു. ശരിയാണ്, 1400 കോടിയോളം നമുക്ക് പെൻഡിംഗ് ഉണ്ടായി. 2023-24 മുതലുള്ള ഫണ്ടുകൾ നമുക്ക് കിട്ടാതെ വന്നു. ആ ഫണ്ട് കിട്ടാൻ വേണ്ടി നിവൃത്തികെട്ട് ഒപ്പിട്ടതാണ്, നടപ്പാക്കാൻ വേണ്ടി ഒപ്പിട്ടതല്ല എന്നുള്ളതാണോ ഇടതുപക്ഷം ഇപ്പൊ പറയുന്നത്? അതാണോ സത്യം? അല്ല, അത് നമ്മൾ പല ഘട്ടത്തിൽ ചർച്ച ചെയ്തു പോയതാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടിയാലോചന ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്നുള്ള കുറവ് റിവ്യൂ SSK ഫണ്ട് കിട്ടാൻ വേണ്ടി ഈ MOU-ൽ കേരളം ഒപ്പിട്ടതാണോ? തീർച്ചയായും ഈ SSA ഫണ്ട് തടഞ്ഞു വെച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനും ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലാണ് ഇത് ഒപ്പിടാൻ നിർബന്ധിക്കപ്പെട്ടത്. അങ്ങനെ ഒപ്പിടാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ കേരളത്തിനില്ല, കേരള സർക്കാരിനില്ല, ഇടതുപക്ഷത്തിനില്ല. ഇല്ല, ഞങ്ങൾ അത് കൃത്യമായി തന്നെ ആ സമയത്ത് തന്നെ പറഞ്ഞു. NEP നടപ്പാക്കുന്ന പ്രശ്നമില്ല, സിലബസിൽ കൈവയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒഴിവാക്കിയതും നമ്മുടെ മുന്നിലുണ്ട്. ശിവൻകുട്ടി ഒപ്പിട്ടതിന് ശേഷം പറഞ്ഞ വാക്കുകൾ കേൾക്കുക.
ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. ഇപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ നിന്ന് മാറിയിരിക്കാൻ കേരളത്തിൽ കഴിയില്ല. എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ? ഒരു NEP പിടിച്ച് ഞങ്ങൾ കിട്ടേണ്ട കാശ് വാങ്ങാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ PMC കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട കോടിക്കണക്കിന് വാങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ കാശ് കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. അരുൺകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗമായ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പറഞ്ഞത് ഞാൻ എന്റെ നിലപാട് മാറ്റി. പിന്നീട് അദ്ദേഹം വീണ്ടും ഒന്ന് മാറ്റി. അത് CPI പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ഈ ഇടതുപക്ഷ സർക്കാരിന് PMCയിലോ NEPയുടെയോ പേര് പറഞ്ഞുകൊണ്ട് ഫണ്ട് തടയുന്നതിൽ അർത്ഥമില്ല എന്നൊരു രാഷ്ട്രീയ ബോധ്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കരാർ ഒപ്പിട്ടത്, MOU സൈൻ ചെയ്തത്. ഇല്ലില്ല, അദ്ദേഹം എന്താ പറഞ്ഞ് എന്റെ നിലപാട് മാറ്റിയെന്ന് അദ്ദേഹം അത് ഊന്നി പറയുന്ന കേട്ടല്ലോ. ഇടതുപക്ഷത്തിന്റെ നിലപാട് NEP നടപ്പാക്കാൻ കഴിയില്ലെന്നും ഈ PM ശ്രീ പദ്ധതിയുടെ ഒരു ഗുണവും കേരളത്തിന് കിട്ടാൻ പോകുന്നില്ലെന്നും ഇത് വലിയ ബാർഗൈനിങ്ങിന്റെ ഭാഗമായിട്ട് SSA ഫണ്ട് നിഷേധിച്ചത് നമുക്കറിയാം. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഇന്നത് ചെയ്താലേ ഇന്നത് തരൂ, ഇന്ന പേരെഴുതി വെച്ചാലേ എഴുതി വെച്ചാലേ ഇന്നത് തരൂ, ബാർഗൈനിങ്ങിന്റെ ഭാഗമായിട്ട് കാലോചിതമായി പദ്ധതികൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. PMC എന്നും NEP എന്നും പറഞ്ഞ് എല്ലാ കാലത്തും ഫണ്ട് വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല. നിങ്ങൾ കൊണ്ട് തരുമോ ഫണ്ട് എന്ന് ചോദിച്ചത് വി ശിവൻകുട്ടിയാണ്, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിൽ വാസുകി പോയി ഇത് MOU സൈൻ ചെയ്തതിനു ശേഷം ഇന്ന് നിങ്ങൾ പ്രതിപക്ഷത്തെത്തുമ്പോൾ ഞങ്ങൾ ഒപ്പിട്ടിട്ട് നടപ്പാക്കാൻ മടിച്ചു നിന്ന കരാർ നിങ്ങൾ എന്തിനു തുടർന്നു ചോദിക്കുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ? അതാണ് ചോദ്യം. അല്ല, ഞങ്ങളുടെ ആത്മാർത്ഥത നിങ്ങൾ അന്നും ഇന്നും ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾക്ക് മുമ്പിൽ ഡിസംബർ മാസം ഉണ്ടായിരുന്നു, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ ഉണ്ടായിരുന്നു. ജനുവരി മാസം 27-ാം തീയതി ഇതിന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്തു. സ്കൂളുകളുടെ ലിസ്റ്റ് അങ്ങ് കൊടുത്താൽ മതി, ബാക്കി കേന്ദ്രം തരുമെന്നും പറഞ്ഞു. ഞങ്ങൾ തീരുമാനിച്ചു ഇതായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല, ആ ക്യാപ്റ്റൻ അബൈൻസിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് അതിനെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ പ്രസ്താവന നടത്തിയവരും ഞങ്ങളെ ആക്രമിച്ചവരും ഇതുകൊണ്ട് അറബിക്കടലിൽ തള്ളുമെന്ന് പറഞ്ഞവരും ചവിറ്റുകൊട്ടയിൽ തള്ളുമെന്ന് പറഞ്ഞവരും ഇപ്പൊ ഇത് തലയിൽ വെച്ചു വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ എന്റെ സംശയം ഇത്രയേ ഉള്ളൂ, പേനയിൽ മഷിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അല്ലല്ലോ ഒപ്പിട്ടത്. വരുന്നില്ല, പഴയ കാര്യങ്ങളിൽ ആ ചോദ്യം തിരുത്തിയതാണ്. പേനയിൽ മഷിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണോ ഒപ്പിട്ടത്? അല്ലല്ലോ. SSK ഫണ്ടിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കല്ലേ കേട്ടത്? SSK മാത്രമല്ല, PMC ആയാലും NEP ആയാലും ഇനിയുള്ള കാലത്ത് ഞാൻ നിലപാട് മാറ്റുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒപ്പിട്ടത്. ഞാൻ കൃത്യമായി ഇടതുപക്ഷത്തിന്റെ നിലപാട് പറഞ്ഞു. വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെയാണ് അതിൽ ഒപ്പിട്ടത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നവംബർ മാസം 12-ാം തീയതി ഞങ്ങൾ കത്ത് കൊടുത്തത്. അങ്ങനെയല്ല, മറിച്ചാണ് ഒപ്പിട്ടതെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തിനാ കത്ത് കൊടുക്കേണ്ട കാര്യം? ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ പോരെ? ആ വെബ്സൈറ്റിലേക്ക്, പോർട്ടലിലേക്ക് ആ സ്കൂളുകൾ ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ ശരിയായ നിലപാട് ഞങ്ങൾ എടുത്ത് കേന്ദ്രത്തെ അറിയിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. കേന്ദ്രം തന്നെ സുപ്രീം കോടതി അറിയിച്ചു. നിലവിലില്ല. NEP നടപ്പാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടുകൂടി കേന്ദ്രം കേരളവുമായി, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ആ ഒപ്പിട്ടത് CPI രാഷ്ട്രീയ വിഷയമായി ഉയർത്തി മുന്നണിക്കുള്ള ഒരു ആഭ്യന്തര പ്രശ്നമായി വളർന്നപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നവംബർ മാസം 12-ാം തീയതി കത്ത് കൊടുക്കാൻ പോയത്. വീരശൂര പരാക്രമിയായി വെല്ലുവിളിച്ച് ബിനോയ് വിശ്വം രംഗത്ത് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. ശ്രീ ജിൻഡോയിലേക്ക് വരുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ്